നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണപ്പാച്ചിലിനിടെ മഴ ആശങ്ക. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഉത്രാട ദിനം വരെ മഴ തുടരും. കേരളത്തിൽ ലയണൽ മെസ്സിയെ എത്തിക്കാമെന്ന വാഗ്ദാനം. തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി GST അന്വേഷണ സംഘം. പിണറായി ശൈലി അംഗീകരിക്കില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച CPI. മുന്നണിയിൽ വൻ പോര്. ലൈഫ് മിഷൻ പൊളിച്ചുപണിയാണ് സർക്കാർ. ഇനി ഓരോ വിഭാഗത്തിനും പ്രത്യേക ഭവന പദ്ധതി. വീണ വിജയനെതിരായ വാർത്താക്കുറിപ്പ് സ്വാഭാവികം. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ തള്ളി ED. വാർത്തകൾ വിശദമായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള തിരക്കുകൾക്കിടയിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതാണ് മഴയ്ക്ക് കാരണം. ഓണപ്പാച്ചിലിന്റെ തിരക്കുകളിലേക്ക് ആളുകൾ ഇറങ്ങുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. പ്രധാനമായും ഉത്രാട ദിനം വരെ മഴ തുടരും എന്നാണ് പ്രവചനം. ഇതോടെ തിരുവോണനാളിലും മഴ പെയ്യുമോ എന്ന ആശങ്കയിലാണ് പൊതുജനങ്ങളും വ്യാപാരികളും. പ്രത്യേകിച്ച് ഓണം വിപണി ലക്ഷ്യമിട്ട് തെരുവുകളിലും വഴിയോരങ്ങളിലും കച്ചവടത്തിനിറങ്ങിയ ചെറുകിട വ്യാപാരികളെയാണ് ഈ മഴ മുന്നറിയിപ്പ് ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. മറ്റ് ജില്ലകളിൽ കനത്ത മഴയില്ലെങ്കിലും ഇടവിട്ട് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന വിലക്കേർപ്പെടുത്തി. വരുന്ന ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പുകൾ പരിശോധിച്ചാൽ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉത്രാട ദിനത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നിലവിലെ പ്രവചനമനുസരിച്ച് തിരുവോണ ദിനത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നത് ആശ്വാസകരമാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീനത്തിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മഴ കനക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരവും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനത്തിനു പിന്നിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുകൾ. 22 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നെന്ന് GST വകുപ്പ് കണ്ടെത്തി. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിർണായക കണ്ടെത്തലുകളുമായി സംസ്ഥാന GST വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം. മെസ്സിയുടെ വരവിന്റെ പേരിൽ സ്പോൺസർ വൻതോതിൽ ധനസമാഹരണം നടത്തിയതായി GST വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സ്പോൺസറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ ഭീമമായ തുക അദ്ദേഹത്തിന്റേതല്ലെന്നും പുറത്തുള്ള 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടിയോളം രൂപ അക്കൗണ്ടിലേക്ക് വന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഈ തുക വായ്പയായി നൽകിയതാണെന്ന് അവകാശപ്പെട്ടെങ്കിലും അതിനെ സാധൂകരിക്കുന്ന യാതൊരുവിധ വായ്പാ രേഖകളോ നികുതി രേഖകളോ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, അക്കൗണ്ടിൽ പണം എത്തിയ ഉടൻ തന്നെ മറ്റു വഴികളിലേക്ക് മാറ്റിയിട്ടുള്ളതിനാൽ സ്പോൺസറുടെ അക്കൗണ്ട് കേവലം ഒരു ഇടനില അക്കൗണ്ടായി ദുരുപയോഗം ചെയ്യപ്പെടുകയായിരുന്നുവെന്ന ശക്തമായ സംശയത്തിലാണ് അന്വേഷണ സംഘം. ഈ സാമ്പത്തിക കൈമാറ്റങ്ങൾക്ക് പിന്നിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിലും വിദേശ നാണ്യ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിനാലും കേന്ദ്ര ഏജൻസികളുടെ സമഗ്ര അന്വേഷണം വേണമെന്ന് GST വകുപ്പ് ആവശ്യപ്പെട്ടു. പരിപാടിയുമായി ബന്ധപ്പെട്ട 22.68 കോടിയുടെ GST വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും GST കമ്മീഷണർ സർക്കാരിനോട് ശുപാർശ ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷമായ അതൃപ്തിയോടെ CPIM നേതൃത്വം. പദവിക്കായി ഏതറ്റം വരെ പോകാനും പാർട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തി മുന്നണിയിൽ തുടരേണ്ടതില്ലെന്നുമാണ് CPIയിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന അഭിപ്രായം.
സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണപക്ഷ മുന്നണിയായ LDF-ൽ വീണ്ടും അസ്വാരസ്യങ്ങൾ പുകയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത അമർഷത്തിലാണ് CPI നേതൃത്വം. വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കായി ഏതറ്റം വരെയും പോകുമെന്നുമാണ് CPIയുടെ നിലപാട്. പാർട്ടിയുടെ അഭിമാനവും ആത്മാഭിമാനവും പണയം വെച്ചുകൊണ്ട് മുന്നണിയിൽ തുടരേണ്ടതില്ലെന്ന ശക്തമായ വികാരമാണ് CPI നേതാക്കൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. LDF-ന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യം പോലും CPIയുടെ ആലോചനയിലുണ്ട്. പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടും ശൈലി മാറ്റാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് CPI നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIഎമ്മിന് തന്നെയാണെന്നും അത് അടഞ്ഞ അധ്യായമാണെന്നുമായിരുന്നു പിണറായിയുടെ പരാമർശം. സ്പീക്കർക്ക് നൽകുന്ന കത്തിൽ CPIഎം നേതാവിന്റെ പേരായിരിക്കും ഉണ്ടാവുകയെന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യത്തിലാണ് CPI ചർച്ച ആവശ്യപ്പെടുന്നതെന്നുമാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരുന്നു. CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ലെന്നും പിണറായിയുടെ പ്രതികരണം അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് നിരക്കാത്തതാണെന്നുമാണ് ബിനോയ് വിശ്വം തുറന്നടിച്ചത്. മുന്നണിയിലെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനിടെ വിഷയം ചർച്ച ചെയ്യുന്നതിനായി CPI നിർണായക നേതൃയോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത മാസം 10-ന് നിശ്ചയിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിലവിലെ സാഹചര്യം പരിഗണിച്ച് അതിനു മുൻപ് തന്നെ ചേരാനാണ് ധാരണയായിരിക്കുന്നത്. മുന്നണി ബന്ധത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് തർക്കം വളരുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ CPI സ്വീകരിക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറും. ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചുപണിയാണ് സംസ്ഥാന സർക്കാർ. പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് ഇനി പ്രത്യേക പദ്ധതികൾ വഴി വീടുകൾ നൽകും. സാമ്പത്തിക സഹായത്തിൽ 2 ലക്ഷം രൂപ വരെ വർധനവ് വരുത്താനും വീടുകളുടെ പരമാവധി വലിപ്പ പരിധി ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്ന പുതിയ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് ആശ്വാസമേകാൻ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വൻ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ ഒറ്റ പദ്ധതിയായി കൈകാര്യം ചെയ്തിരുന്ന ഭവന നിർമ്മാണം ഇനി മുതൽ വിവിധ വിഭാഗങ്ങൾക്ക് പ്രത്യേക പദ്ധതികളായി തിരിച്ചായിരിക്കും നടപ്പിലാക്കുക. വിവിധ വകുപ്പുകളുടെ ഭവന പദ്ധതികളും കേന്ദ്രവിഹിതവും ഏകോപിപ്പിച്ച് ലൈഫ് മിഷൻ എന്ന പേരിൽ ഒറ്റ പദ്ധതിയാക്കിയപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രത്യേക പരിഗണന നഷ്ടപ്പെട്ടു എന്ന സർക്കാരിന്റെ അന്തിമ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം. പുതിയ രൂപരേഖ അനുസരിച്ച് ഓരോ വിഭാഗത്തിനും ആവശ്യമായ ഭവന പദ്ധതികൾ അതത് വകുപ്പുകൾ വഴി തന്നെയാകും ഇനി നടപ്പിലാക്കുക. മുഖ്യമന്ത്രിയുടെ അന്തിമ അംഗീകാരം ലഭിച്ചാലുടൻ പുതിയ അപേക്ഷകൾ ക്ഷണിക്കാനാണ് തീരുമാനം. എന്നാൽ നിലവിൽ ലൈഫ് മിഷൻ വഴി ധനസഹായം ലഭിച്ചവർക്കും പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചവർക്കും നിലവിലെ രീതിയിൽ തന്നെ സഹായം തുടരും. ധനസഹായ തുകയിലും വലിയ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിന് ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തി. പട്ടികവർഗ വിഭാഗത്തിന് ധനസഹായം 6 ലക്ഷത്തിൽ നിന്നും 8 ലക്ഷം രൂപയായി ഉയർത്തി. ഗുണഭോക്തൃവിഹിതം പൂർണ്ണമായും ഒഴിവാക്കി. വീടുകളുടെ വലിപ്പത്തിൽ മുൻപുണ്ടായിരുന്ന പരമാവധി വിസ്തീർണ പരിധി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം നിർമ്മിക്കുന്ന വീടുകൾക്ക് കുറഞ്ഞത് 450 അടി ചതുരശ്രയടി വിസ്തീർണം ഉണ്ടായിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമായിരിക്കും ഉണ്ടാവുക. നടപ്പു സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി മാത്രം 200 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തുക ഗഡുക്കളായി നൽകുന്നതിലൂടെ ഈ സാമ്പത്തിക വർഷം തന്നെ 10,000-ഓളം ഗുണഭോക്താക്കൾക്ക് പുതിയ വീടുകൾക്ക് അനുമതി നൽകാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പാർപ്പിട മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ഈ പുതിയ നയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. CMRL എക്സാലോജിക് ഇടപാടിൽ വീണ വിജയനെതിരെയുള്ള അന്വേഷണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ED. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ ED തള്ളി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വീണയ്ക്കെതിരായ പരാമർശങ്ങൾ അടങ്ങിയ വാർത്താക്കുറിപ്പ് ഇറക്കിയത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും പുതിയ നടപടികളും ഉടൻ ഉണ്ടാകുമെന്നും അടിയന്തര പരിശോധനകൾക്കും റെയ്ഡുകൾക്കും പിന്നാലെ വാർത്താക്കുറിപ്പ് പുറത്തുവിടുന്നത് സ്വാഭാവികമായ രീതിയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. തനിക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് അസാധാരണവും വിചിത്രവുമായ നടപടിയാണെന്ന് പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ഏജൻസി വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. തന്റെ മകൾ ആയതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് ഇത്തരം വിചിത്ര നടപടികൾ നേരിടേണ്ടി വന്നതെന്നും താനോ മകളോ യാതൊരുവിധ കള്ളപ്പണ ഹവാല ഇടപാടുകളിലും പങ്കാളികളായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ടെന്നും വിഷയത്തിൽ വീണ വിജയന് വീണ്ടും സമൻസ് അയച്ച് ചോദ്യം ചെയ്യുമെന്നും പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. നൽകാത്ത സേവന
പ്രയോജനത്തിന്റെ പേരിൽ CMRL കമ്പനി വീണയ്ക്കും എക്സാലോജിക് സൊല്യൂഷനും വ്യാജ വ്യാപാരാടിസ്ഥാനത്തിൽ 2.78 കോടി രൂപ നൽകിയെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. ലാത്തൂരിൽ വിദ്യാലയത്തിൽ അതിക്രമിച്ചു കയറിയെന്ന് പരാതി. CJP നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ്. മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലുള്ള സർക്കാർ വിദ്യാലയത്തിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെക്കെതിരെ ഓസ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനവും ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാണിച്ച് CJP നടത്തുന്ന സ്കൂൾ ടീ കരോ ക്യാമ്പയിനിന്റെ ഭാഗമായി ചാവലയിലുള്ള ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനമാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂളിലെ അധ്യാപകനായ സയ്യിദ് ഷംഷദ് ബാനു ഖൈരാദലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ദീപ്കെയും അനുയായികളും സ്കൂൾ അധികൃതരുടെ അനുമതി കൂടാതെ ക്ലാസ് മുറികളിൽ പ്രവേശിച്ച് കുട്ടികൾക്കൊപ്പം ഇരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതുവഴി പഠന പ്രവർത്തനങ്ങളും ഓഫീസിലെ ദിനചര്യകളും പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ പ്രധാന ആരോപണം. കൂടാതെ സന്ദർശന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ദീപ്കെ തത്സമയ അന്വേഷണത്തിൽ സ്കൂളിലെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ മറ്റു സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ താൽക്കാലികമായി എത്തിച്ച് ക്ലാസ്സിൽ ഇരുത്തിയതാണെന്നാരോപിച്ച് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തിയെന്നും അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സ്കൂളിലെ ശുചിത്വമില്ലായ്മ, കുടിവെള്ള ലഭ്യതക്കുറവ്, ശൗചാലയങ്ങളുടെ ദുരവസ്ഥ എന്നിവ തുറന്നു കാട്ടാനാണ് സന്ദർശനം നടത്തിയതെന്നും സന്ദർശനത്തിന് തൊട്ടുമുൻപ് മാത്രമാണ് ചിലയിടങ്ങളിൽ ഉച്ചഭക്ഷണത്തിലുള്ള പാത്രങ്ങളും വെള്ളവും എത്തിച്ചതെന്നും മറുവശത്ത് ആരോപിക്കുന്ന ദീപ്കെ സംശയകരമായ സാഹചര്യത്തിൽ സ്കൂൾ വളപ്പിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ സംഭവത്തിൽ കൂടുതൽ വിവരശേഖരണത്തിനും അന്വേഷണത്തിനുമായി ഓസ പോലീസ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളിൽ പങ്കാളികളാകുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ കടുത്ത സൈനിക സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുമെന്നും ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണം തടയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മോഹ്സൻ റസായി നൽകിയ അഭിമുഖത്തിലാണ് രാജ്യത്തിന്റെ ഈ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക നയങ്ങളിൽ പങ്കാളികളായ പ്രസ്തുത രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾ ആക്രമണം ലക്ഷ്യമാക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഇറാൻ 3 ഘട്ടങ്ങളുള്ള തന്ത്രങ്ങളാണ് പിന്തുടരുന്നത്. ആദ്യഘട്ടത്തിൽ തർക്കങ്ങളും ആശങ്കകളും ഉഭയകക്ഷി ചർച്ചകളിലൂടെ നയതന്ത്രത്തിലൂടെയും പരിഹരിക്കാനും, രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സൗഹൃദപരമായി ബോധ്യപ്പെടുത്താനും സമയം നൽകുമെങ്കിലും നിലപാട് തിരുത്താൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെ മൂന്നാം ഘട്ടത്തിൽ കടുത്ത സൈനിക സാമ്പത്തിക പ്രത്യാക്രമണ നടപടികൾ കൈക്കൊള്ളുമെന്നും റസായി വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ നീക്കം ഇറാന്റെ ആഭ്യന്തര ഐക്യം തകർക്കാനും ജനങ്ങളെ തെരുവിലിറക്കി രാജ്യത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണെന്ന് ആരോപിച്ച റസായി പേർഷ്യനിലെയും ഗൾഫിലെയും ഹോർമൂസ് കടലിടുക്കിലെയും എണ്ണ വ്യാപാരത്തെക്കുറിച്ചും കടുത്ത നിലപാട് വ്യക്തമാക്കി. അയൽ രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണച്ചാൽ ഗൾഫ് മേഖലയിലൂടെയുള്ള എണ്ണ ഗതാഗതം പൂർണ്ണമായും തടയുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിച്ച സായുധ സേനാ മേധാവി രാജ്യത്തിന്റെ മിസൈൽ ഡ്രോൺ ശേഷി മുൻപത്തേക്കാൾ ശക്തമാണെന്ന് പ്രഖ്യാപിച്ചതും ഇതിനോടൊപ്പം ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പുതിയ നയങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പരമാധികാര തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൈന ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്നും സ്വതന്ത്ര പ്രാദേശിക സംവിധാനങ്ങളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും പാർലമെന്റ് സ്പീക്കർ ഗലീബാഫ് അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ലോകത്ത് സ്ട്രീമിംഗ് ഭീമന്മാരായ യൂട്യൂബും നെറ്റ്ഫ്ലിക്സും തമ്മിൽ വമ്പൻ പോരാട്ടം. പരമ്പരാഗത സിനിമകൾക്കോ സീരീസുകൾക്കോ വേണ്ടിയല്ല, മറിച്ച് ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്റർമാരെ സ്വന്തമാക്കാനാണ് ഇരു കൂട്ടരും തമ്മിൽ കോടികളുടെ യുദ്ധം നടക്കുന്നത്. ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ലോകത്ത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വമ്പൻ യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് സിനിമാ നിർമ്മാതാക്കളും OTT പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള മത്സരങ്ങളാണ്. എന്നാൽ ഇവിടെ പോരാട്ടം നടക്കുന്നത് 2 വമ്പന്മാർ തമ്മിലാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ്, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച OTT ഭീമനായ നെറ്റ്ഫ്ലിക്സ്. ഈ യുദ്ധത്തിലെ പ്രധാന വിഷയം സിനിമയോ വെബ് സീരീസുകളോ അല്ല, മറിച്ച് ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്റർമാരെ സ്വന്തമാക്കുക എന്നതാണ്.
അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് താരങ്ങളെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കാൻ നെറ്റ്ഫ്ലിക്സ് കോടികളെറിയുമ്പോൾ അവരെ കൈവിട്ടു പോകാതിരിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്ത യൂട്യൂബ് പ്രതിരോധം തീർക്കുകയാണ്. നിലവിൽ 32.5 കോടിയിലധികം വരിക്കാരുള്ള വലിയൊരു സ്ട്രീമിംഗ് ശൃംഖലയാണ് നെറ്റ്ഫ്ലിക്സിനുള്ളത്. എങ്കിലും ചെറുപ്പക്കാരായ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ജെൻസി കാറ്റഗറിയെ കൂടുതൽ ആകർഷിക്കാൻ അവർക്ക് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സഹായം ആവശ്യമായി വരുന്നു. അലൻ ചിക്കിൻ ചൗ, നിക് ദി ജിയോവാനി തുടങ്ങിയ ലോകപ്രശസ്തരായ യൂട്യൂബർമാർക്ക് കോടികൾ നൽകിയാണ് നെറ്റ്ഫ്ലിക്സ് തങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇവരുടെ വീഡിയോകൾ നെറ്റ്ഫ്ലിക്സിലും ഒരേ സമയം സ്ട്രീം ചെയ്യാൻ കരാറുകൾ ഉണ്ടാക്കുന്നു. ക്രിയേറ്റർമാർക്ക് ഇത് വലിയൊരു അവസരമാണ്. തങ്ങൾ നിർമ്മിക്കുന്ന അതേ വീഡിയോകൾക്ക് അധികമായി കോടികൾ വരുമാനം ലഭിക്കുന്നു. യൂട്യൂബിൽ ലഭിക്കാത്ത പുതിയൊരു പ്രേക്ഷക സമൂഹത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നു. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ യൂട്യൂബ് സിഇഒ നീൽ മോഹന്റെ നേതൃത്വത്തിൽ ശക്തമായ പദ്ധതികളാണ് കമ്പനി പുറത്തെടുക്കുന്നത്. ഒരു കാലത്ത് വൻകിട സിനിമകൾക്കും ഹൈ ബജറ്റ് വെബ് സീരീസുകൾക്കുമായി നെറ്റ്ഫ്ലിക്സും വ്യക്തിഗത വീഡിയോകൾക്കും വ്ലോഗുകൾക്കുമായി യൂട്യൂബും വെവ്വേറെ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ അതിർവരമ്പുകൾ മാഞ്ഞുപോയിരിക്കുന്നു. സ്മാർട്ട് ടിവികളിലൂടെ ആളുകൾ ഏറ്റവും അധികം കാണുന്ന സ്ട്രീമിംഗ് സേവനമായി യൂട്യൂബ് മാറിയതോടെയാണ് നെറ്റ്ഫ്ലിക്സ് പ്രതിരോധത്തിലായത്. മുൻപ് ടിക്ടോക്ക് തരംഗമായപ്പോൾ യൂട്യൂബ് ഷോർട്സ് അവതരിപ്പിച്ച് അതിനെ ചെറുത്ത യൂട്യൂബ് ഇത്തവണ നെറ്റ്ഫ്ലിക്സിന്റെ കടന്നുകയറ്റത്തെ പണമെറിഞ്ഞു തന്നെയാണ് പ്രതിരോധിക്കുന്നത്. സ്ട്രീമിംഗ് ലോകത്തെ ഈ വമ്പൻ പോരാട്ടത്തിൽ അന്തിമ വിജയം ആർക്കായിരിക്കും? ജനപ്രിയ ക്രിയേറ്റർമാരെ നിലനിർത്തി യൂട്യൂബ് തങ്ങളുടെ ആധിപത്യം തുടരുമോ, അതോ ക്രിയേറ്റർമാരെ സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ഡിജിറ്റൽ യുഗം കീഴടക്കുമോ? കണ്ടു തന്നെ അറിയണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണപ്പാച്ചിലിനിടെ മഴ ആശങ്ക. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഉത്രാട ദിനം വരെ മഴ തുടരും. കേരളത്തിൽ ലയണൽ മെസ്സിയെ എത്തിക്കാമെന്ന വാഗ്ദാനം. തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി GST അന്വേഷണ സംഘം. പിണറായി ശൈലി അംഗീകരിക്കില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച് CPI. മുന്നണിയിൽ വൻ പോര്. ലൈഫ് മിഷൻ പൊളിച്ചുപണിയാൻ സർക്കാർ. ഇനി ഓരോ വിഭാഗത്തിനും പ്രത്യേക ഭവന പദ്ധതി. വീണ വിജയനെതിരായ വാർത്താക്കുറിപ്പ് സ്വാഭാവികം. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ തള്ളി ED. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.